ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. A+ ലേണിംഗിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. PSCയുടെ SCERT 8ാം സ്റ്റാൻഡേർഡ്, 9ാം സ്റ്റാൻഡേർഡ്, 10ാം സ്റ്റാൻഡേർഡ് ഈ ക്ലാസ്സുകളിലെ ഹിസ്റ്ററി, ജോഗ്രഫി, ഇക്കണോമിക്സ്, സിവിക്സ് ഈ സബ്ജക്റ്റുകൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഹിസ്റ്ററിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ PSC രീതിയിൽ ഇന്ന് ക്ലാസ് എടുക്കുകയാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ചാപ്റ്റർ, ഒന്നാമത്തെ ചാപ്റ്റർ മാനവികത എന്ന് പറയും അല്ലേ? മാനവികത നോക്കാം, ശ്രദ്ധിക്കാം. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്ര ചിന്തകൻ്റെ പേരെന്താണ്? 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്ര ചിന്തകൻ്റെ പേര് റോജർ ബേക്കൺ എന്നാണ്. ഇപ്പോൾ പഠിച്ചോളണം. എത്രാം നൂറ്റാണ്ടിലാണ്? 13ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്ര പണ്ഡിതൻ. പേരെന്താണ്? റോജർ ബേക്കൺ. പഠിച്ചോ, റോജർ ബേക്കൺ. 13ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ശാസ്ത്ര ചിന്തകൻ്റെ പേര് റോജർ ബേക്കൺ. ഓക്കെ. പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരങ്ങൾ ഏതെല്ലാം? പ്രാചീന യൂറോപ്പ് നിലനിന്നിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സിവിലൈസേഷൻസ്, അതിലൊന്ന് ഗ്രീക്ക് സംസ്കാരവും മറ്റൊന്ന് റോമൻ സംസ്കാരവുമാണ്. പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്കാരം, യൂറോപ്പ് ഭൂഖണ്ഡത്തിൽ നിലനിന്നിരുന്ന രണ്ട് സംസ്കാരങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് ഗ്രീക്ക് സംസ്കാരം എന്ന് പറയും, രണ്ടാമത്തത് റോമൻ സംസ്കാരം. ഈ രണ്ട് സംസ്കാരങ്ങളും അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരെന്താണ്? അതായത് ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും മറ്റൊരു പേരിലും അറിയപ്പെടും. ആ പേരെന്താണ്? ക്ലാസിക്കൽ സംസ്കാരങ്ങൾ. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന സംസ്കാരങ്ങൾ ഏതെല്ലാം? ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, ചുവടെ പറയുന്നതിൽ ക്ലാസിക്കൽ സംസ്കാരം കണ്ടെത്തുക. രണ്ടിലേതെങ്കിലും ഒരെണ്ണം തരും, ബാക്കി ക്ലാസിക്കൽ സംസ്കാരം അല്ലാത്തവയായിരിക്കും തരുന്നത്. അപ്പോൾ ക്ലാസിക്കൽ സംസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവുമാണ്. അല്ലാതെ പ്രാചീന സംസ്കാരങ്ങൾ വേറെയുണ്ട് അല്ലേ? നമ്മുടെ ഹാരപ്പൻ സംസ്കാരമുണ്ട് അല്ലേ? നമ്മൾ സിന്ധു നദീതട സംസ്കാരം എന്ന് പറയും. വീണ്ടും ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ട്, മെസോപ്പൊട്ടേമിയൻ സംസ്കാരമുണ്ട്, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരമുണ്ട്. ഈ സംസ്കാരങ്ങളെയൊക്കെ നമ്മൾ പൊതുവെ വിളിക്കുന്നത് എന്ത് സംസ്കാരങ്ങളെന്നാണ്? ഈ പ്രാചീന സംസ്കാരങ്ങളെയൊക്കെ നമ്മൾ വിളിക്കുന്നത് മറ്റൊരു പേരിലാണ് അല്ലെ? വെങ്കലയുഗ സംസ്കാരങ്ങളെന്നാണ്. അപ്പൊ വെങ്കലയുഗ സംസ്കാരങ്ങളുടെ കൂട്ടത്തിൽ വരുന്നത് ഹാരപ്പ, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസോപ്പൊട്ടേമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. ഇവയൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? ഇവയൊക്കെ വെങ്കലയുഗ, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിൽ വരും. അപ്പൊ ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഗ്രീക്ക് സംസ്കാരവും റോമൻ സംസ്കാരവും ഏത് തരം സംസ്കാരം എന്ന് ചോദിച്ചാൽ ക്ലാസിക്കൽ സംസ്കാരങ്ങളാണ്. ക്ലിയർ ആയി കാണും അല്ലെ? അടുത്ത് നോക്കിക്കൊള്ളൂ. ഗ്രീക്ക് സംസ്കാരത്തിന്റെ കാലഘട്ടം, ഈ രണ്ട് സംസ്കാരങ്ങളിൽ ഒന്നാമത്തെ സംസ്കാരമായ ഗ്രീക്ക് സംസ്കാരത്തിന്റെ പീരീഡ്, ആ കാലഘട്ടം എപ്പോഴാണ് എന്നുള്ളതാണ്. അതായത് BCE 12ാം നൂറ്റാണ്ട് മുതൽ BCE 4ാം നൂറ്റാണ്ട് വരെ. എപ്പോഴാണ്? BCE 12 മുതൽ BCE എത്രാം നൂറ്റാണ്ട് വരെയാണ്? 4ാം നൂറ്റാണ്ട് വരെയാണ്. 12 മുതൽ 4ാം നൂറ്റാണ്ട് വരെയാണ് ഈ ഗ്രീക്ക് സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. BCE എന്ന് പറഞ്ഞാൽ പണ്ട് ചരിത്രത്തെ തരംതിരിച്ചിരുന്നത് BC എന്നും AD എന്നുമാണ്. എങ്ങനെ? BC എന്നും AD എന്നും. ബിഫോർ ക്രൈസ്റ്റ് BC, അന്നോ ഡൊമിനി AD. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് BCയും ADയും ചരിത്രകാരന്മാർ അങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പോൾ പറയുന്നത് BCക്ക് പകരം BCE എന്നാണ്. ബിഫോർ കോമൺ ഇറ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. BCക്ക് പകരം BCE വന്നു അല്ലെ? ബിഫോർ കോമൺ ഇറ. എന്നാൽ CE എന്ന് പറഞ്ഞാൽ കോമൺ ഇറ എന്നാണ്. അതായത് പണ്ടത്തെ BC ഇന്ന് വിളിക്കുന്നത് BCE എന്നും പണ്ടത്തെ AD അന്നോ ഡൊമിനി ഇന്നറിയപ്പെടുന്നത് CE എന്നുമാണ്. കോമൺ ഇറ. ക്ലിയർ ആയി കാണും
യെസ്, ഓക്കെ. അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ്, ഗ്രീക്ക് സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BCE 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങി, ക്രിസ്തുവിന് മുൻപാണ്, 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങി BCE 4-ാം നൂറ്റാണ്ട് വരെയാണ് ഏത് സംസ്കാരം എന്ന് പറയുന്നത്, ഗ്രീക്ക് സംസ്കാരം എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? അപ്പൊ നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹിസ്റ്ററിയുടെ 1-ാമത്തെ ചാപ്റ്ററിലെ PSC ഫാക്ട്സുകളാണ്, അല്ലെ? 13-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ശാസ്ത്ര ചിന്തകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ പഠിക്കണം, റോജർ ബേക്കൺ. വീണ്ടും നമ്മൾ പറഞ്ഞു പ്രാചീന യൂറോപ്പിൽ നിലനിന്നിരുന്ന 2 സംസ്കാരങ്ങൾ ഏതെല്ലാം? അത് ഒന്നാമത്തത് ഗ്രീക്ക് സംസ്കാരമാണ്, രണ്ടാമത്തത് റോമൻ സംസ്കാരമാണ്. ഈ ഗ്രീക്ക് സംസ്കാരത്തെയും റോമൻ സംസ്കാരത്തെയും വിശേഷിപ്പിക്കുന്നത് മറ്റൊരു പേരിലും കൂടെ ഉണ്ട്, അതെന്താണ്? ക്ലാസിക്കൽ സംസ്കാരം എന്നും പറയും. ഇതിൽ ആദ്യം പറഞ്ഞ ഗ്രീക്ക് സംസ്കാരത്തിന്റെ കാലഘട്ടം എപ്പോഴാണ്? അതായത് BC 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങി BCE 4-ാം നൂറ്റാണ്ട്, BCE 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങി BCE 4-ാം നൂറ്റാണ്ട് വരെയാണ് ഏത് സംസ്കാരം എന്ന് പറയുന്നത്? ഗ്രീക്ക് സംസ്കാരം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അടുത്തതിലേക്ക് പോകാം. അപ്പോൾ അടുത്ത് നോക്കൂ, റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം നമ്മൾ നേരത്തെ ഗ്രീക്ക് പറഞ്ഞു, അല്ലെ? അതെപ്പോഴാണ്? BCE 12, അല്ലെ? 12-ൽ തുടങ്ങി പിന്നെ അതിൽ 4-ൽ അവസാനിക്കുന്നു. ഇവിടെ നമ്മുടെ റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴാണ്? റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം BCE 7-ാം നൂറ്റാണ്ടിൽ, BCE 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങി CE 5-ാം നൂറ്റാണ്ട് വരെയാണ്, ക്രിസ്തുവിന് ശേഷം 5-ാം നൂറ്റാണ്ട് വരെയാണ് ഏത് സംസ്കാരം? റോമൻ സംസ്കാരത്തിന്റെ കാലഘട്ടം. അപ്പോൾ റോമൻ സംസ്കാരം ആരംഭിക്കുന്നത് BCE 7-ാം നൂറ്റാണ്ടിലും റോമൻ സംസ്കാരം അവസാനിക്കുന്നത് BCE അല്ല, പിന്നെ CE, ക്രിസ്തുവിന് ശേഷം 5-ാം നൂറ്റാണ്ട് വരെയാണ് റോമൻ സംസ്കാരം. ക്ലിയർ ആണ്? ഓക്കെ. അപ്പൊ ഇത് ഞാൻ ടെക്സ്റ്റിന്റെ പേജ് വെച്ചല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്, അതിൽ നിന്നും ഒരു പോയിന്റ് പോലും നഷ്ടപ്പെടാതെ അതിന്റെ PPT എടുത്ത് ആണ് പഠിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അടുത്ത് നോക്കിക്കോളൂ. നവോത്ഥാനം അഥവാ റിനൈസൻസ് ആരംഭിച്ച രാജ്യം ഏതാണ്? നവോത്ഥാനം അഥവാ റിനൈസൻസ് ആരംഭിച്ച രാജ്യം ഏതാണ്? അതായത് ഇറ്റലിയിലാണ്. നവോത്ഥാനം അഥവാ റിനൈസൻസ് ആരംഭിച്ച രാജ്യം ഇറ്റലിയിലാണ്. മറക്കരുത്, നവോത്ഥാനം എന്താണ് നമ്മൾ പറയും? നവോത്ഥാനം അഥവാ റിനൈസൻസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് ആരംഭിച്ചത് ഇറ്റലിയിലാണ്. മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റം എന്നറിയപ്പെടുന്ന സംഭവം ഏതാണ്? നവോത്ഥാനം എന്ന് പറഞ്ഞാൽ മധ്യകാലം, അതായത് നവോത്ഥാനത്തിന് തൊട്ടു മുമ്പുള്ള ആ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്നില്ല, അന്ധവിശ്വാസങ്ങളാണ് കൂടുതലും, എഴുത്തുകൾ കുറവായിരുന്നു, പുസ്തകരചനകളൊക്കെ കുറവായിരുന്നു. അഥവാ പുസ്തകരചനകൾ ഉണ്ടെങ്കിലും അത് ദൈവത്തെക്കുറിച്ച്, ദൈവത്തെ പ്രകീർത്തിക്കുന്നത് മാത്രമായിരിക്കും. ഈ ഒരു കാലഘട്ടം ചിന്താശേഷിയില്ലാത്ത, ജനങ്ങളെ ചിന്തിക്കാൻ അനുവദിക്കാത്ത ഒരു കാലഘട്ടം, അതിനെയാണ് നമ്മൾ മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അന്ധകാര യുഗം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം, മധ്യകാലഘട്ടം. അപ്പോൾ ആ മധ്യകാലഘട്ടത്തിൽ നിന്നും ഏതിലേക്കുള്ള? ആധുനിക കാലഘട്ടത്തിലേക്കുള്ള മാറ്റം അറിയപ്പെടുന്നത് നവോത്ഥാനം എന്നാണ്. അപ്പോൾ എന്താ നവോത്ഥാനം? മധ്യകാലഘട്ടത്തിൽ നിന്നും ആധുനിക ഘട്ടത്തിലേക്കുള്ള അല്ലെങ്കിൽ ആധുനിക കാലത്തിലേക്കുള്ള ഒരു ചേഞ്ച്, ഒരു ട്രാൻസിഷൻ, ഒരു മാറ്റത്തെയാണ് നമ്മൾ നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഈ നവോത്ഥാനം ആരംഭിച്ച രാജ്യം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഇറ്റലിയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത ഈ ചാപ്റ്ററിൽ വരുന്ന, നമ്മൾ അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്, പക്ഷേ ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട് എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബുക്ക് കീപ്പിംഗ് അതായത് ഒരു സ്ഥാപനത്തിൻ്റെ ദൈനംദിന വരവും ചെലവും എഴുതി സൂക്ഷിക്കുന്ന ആ ഒരു സിസ്റ്റം, ആ ഒരു സമ്പ്രദായം, അതിന് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ എന്താണ്? ഒരു സ്ഥാപനം, ഏത് സ്ഥാപനം ആയിക്കോട്ടെ, ആ സ്ഥാപനം ഡെയിലി എത്ര രൂപയ്ക്ക് വിൽക്കുന്നു, എത്ര രൂപ വരുമാനമുണ്ട്, വരവും ചെലവും, എത്ര രൂപയ്ക്ക് വിൽക്കുന്നു, ഇനി എത്ര രൂപയ്ക്ക് സാധനം വാങ്ങുന്നു, അല്ലെ, വരവെത്ര ചെലവെത്ര, ഇത് എഴുതി സൂക്ഷിക്കുന്ന ആ ഒരു സംവിധാനത്തിന് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. ക്ലിയർ ആണേ? അപ്പൊ എന്താണ് ബുക്ക് കീപ്പിംഗ്? ഒരു സ്ഥാപനത്തിന്റെ വരവും ചെലവും ദിനംതോറും ക്രമമായി എഴുതി സൂക്ഷിക്കുന്ന
സിസ്റ്റത്തിന് പറയുന്ന പേരാണ്, പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടിയെ വിളിക്കുന്നത് ബുക്ക് കീപ്പിംഗ് എന്നാണ്. അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യ നടപടി നമുക്ക് ബുക്ക് കീപ്പിംഗ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിനകത്ത് വരുന്ന ഒരു ടേമാണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്? റോമൻ സംസ്കാരത്തിൻ്റെ കാലഘട്ടം. റോമൻ സംസ്കാരം എപ്പോൾ തുടങ്ങുന്നു, എപ്പോൾ അവസാനിക്കുന്നു? റോമൻ സംസ്കാരം BCE 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നു, CE 5-ാം നൂറ്റാണ്ടിൽ അവസാനിക്കുന്നു. അടുത്ത് വീണ്ടും നവോത്ഥാനം ആരംഭിച്ച രാജ്യം, റിനൈസൻസ് ആരംഭിച്ച രാജ്യം എവിടെയാണ്? അത് ഇറ്റലിയാണ്. എന്താണ് നവോത്ഥാനം എന്ന് പറഞ്ഞാൽ? അതായത് മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും, ഫ്യൂഡലിസം അറിയാമല്ലോ, അന്നത്തെ ധനാഢ്യന്മാർ അവർക്ക് തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിക്കും. അപ്പോൾ ആ മധ്യകാലത്തെ ഫ്യൂഡൽ വ്യവസ്ഥയിൽ നിന്നും ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു മാറ്റം, ആ മാറ്റത്തിന് പറയുന്ന പേരാണ് നവോത്ഥാനം അഥവാ റിനൈസൻസ്. വീണ്ടും നമ്മൾ പറഞ്ഞ എന്താണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ? ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൻ്റെ വരവെത്ര ചെലവെത്ര അത് ദൈനംദിനം എഴുതി സൂക്ഷിക്കുന്ന ഒരു പ്രക്രിയ, അതിന് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ്ങിൻ്റെ ആദ്യത്തെ നടപടിയായിട്ടാണ് നമ്മൾ ബുക്ക് കീപ്പിങ്ങിനെ കാണുന്നത്. ക്ലിയർ അല്ലേ? അടുത്തയിലേക്ക് നോക്കൂ. ഇറ്റലിയിൽ വാണിജ്യ പുരോഗതി ഉണ്ടാകുന്നു, കച്ചവട പുരോഗതി ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞല്ലോ നവോത്ഥാനം ആരംഭിച്ച രാജ്യം ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിയിൽ നവോത്ഥാനം ആരംഭിക്കാൻ കുറേ കാരണങ്ങളുണ്ട്. എല്ലാം നിങ്ങൾക്ക് അതിൽ പഠിക്കേണ്ട ആവശ്യമില്ല, അത് ആ പിള്ളേർക്ക് പഠിച്ചാൽ മതി 10ാം ക്ലാസ്സിൽ. അപ്പോൾ ഈ വാണിജ്യ പുരോഗതി ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നു? ചില സമ്പന്ന കുടുംബങ്ങൾ ഇറ്റലിയിൽ ഉയർന്നു വരികയാണ്. ആ സമ്പന്ന കുടുംബങ്ങൾ ഇറ്റലിയിലെ ഏതൊക്കെ നഗരങ്ങളിലാണ് വളർന്നു വന്നത്? ഓരോ സമ്പന്ന കുടുംബവും ഇറ്റലിയിലെ ഏതൊക്കെ നഗരങ്ങളിലാണ് വളർന്നു വന്നത്? ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. AB ലിസ്റ്റായിട്ടൊക്കെ ചോദിക്കാം. അപ്പോൾ നോക്കാം, ചോദ്യം എന്താണ്? വാണിജ്യപരമായ പുരോഗതി ഇറ്റലിയിൽ ഉണ്ടായി. വാണിജ്യ പുരോഗതി ഇറ്റലിയിൽ ഉണ്ടായപ്പോൾ സാമ്പത്തികമായി ഇറ്റലിയിലെ നിരവധി ഫാമിലീസ് വളർന്നു വന്നു. ഓരോ ഫാമിലിയും ഏതേത് നഗരങ്ങളിലാണ് വളർന്നു വന്നത്? അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ടാറ്റ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാമിലി അല്ലേ, ടാറ്റ. അദാനി എന്ന് പറയുന്നത് മറ്റൊരു ഫാമിലിയാണ് അല്ലേ. ഇങ്ങനെ ഒരുപാട് ധനാഢ്യന്മാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. അതുപോലെ ഈ കാലഘട്ടത്തിൽ ഇറ്റലിയിൽ ഉയർന്നു വന്ന സമ്പന്ന കുടുംബങ്ങളും ഓരോ സമ്പന്ന കുടുംബവും ഏതൊക്കെ പട്ടണങ്ങളിലാണ് വളർന്നു വന്നത്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണിത്. നോക്കൂ, ആദ്യം ഇറ്റാലിയൻ കുടുംബങ്ങളുടെ പേരാണ്. ഓരോ കുടുംബവും വളർന്നു വന്ന നഗരങ്ങളാണ്. ഒന്നാമത്തെ കുടുംബത്തിൻ്റെ പേര് മെഡിജി എന്നാണ്. ഒരു ഫാമിലിയുടെ പേര്, റിച്ച് ഫാമിലി മെഡിജിയാണ്. മെഡിജി എന്ന ഫാമിലി വളർന്നു വന്ന നഗരത്തിൻ്റെ പേര് ഇറ്റലിയിലെ ഫ്ലോറൻസിലാണ്. രണ്ടാമത്തെ നഗരത്തിൻ്റെ പേര് സ്ഫോർട്സ. നഗരത്തിൻ്റെ പേര് സ്ഫോർട്സ. ആ നഗരം വളർന്നു വന്നത് മിലാൻ എന്ന് പറയുന്ന രാജ്യത്താണ്. സ്ഫോർട്സ, മിലാൻ. അടുത്ത നഗരം ഫർണീസി. അടുത്ത നഗരത്തിൻ്റെ പേരെന്താണ്? ഫർണീസി. ഫർണീസി എന്ന നഗരം വളർന്നു വന്നത് പാർമ എന്ന ഇറ്റാലിയൻ സിറ്റിയിലാണ്. ഫാമിലിയാണ്. ഫർണീസി എന്ന റിച്ച് ഫാമിലി വളർന്നു വന്നത് പാർമ എന്ന ഇറ്റാലിയൻ നഗരത്തിലാണ്. അടുത്ത ഫാമിലിയുടെ പേര്, കുടുംബത്തിൻ്റെ പേര് ഓർസീനി എന്നാണ്. ഓർസീനി എന്ന സമ്പന്ന കുടുംബം വളർന്നു വന്ന ഇറ്റാലിയൻ നഗരം നേപ്പിൾസ് ആണ്. അടുത്ത കുടുംബത്തിൻ്റെ പേര് വിസ്കൊന്തി എന്ന ഫാമിലി വളർന്നു വന്നത് മിലാനിലാണ്. അപ്പം മിലാനിൽ 2 ഫാമിലി ഉണ്ട്, റിച്ച് ഫാമിലികൾ അല്ലേ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്ഫോർട്സായും രണ്ടാമത്തത് വിസ്കൊന്തിയും. ശ്രദ്ധിക്കണം, ഒരു മാർക്കാണ് നമുക്ക്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇറ്റലിയിൽ വാണിജ്യ പുരോഗതി ഉണ്ടായപ്പോൾ കുറേയേറെ റിച്ച് ഫാമിലി, അതായത് സമ്പന്ന കുടുംബങ്ങൾ ഉയർന്നു വന്നു. ഓരോ സമ്പന്ന കുടുംബവും ഏതേത് നഗരങ്ങളിലാണ് വളർന്നു വന്നത്? ഒന്നുകൂടെ ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചോ. മെഡിജി എന്ന സമ്പന്ന കുടുംബം വളർന്നു വന്നത് ഫ്ലോറൻസ് എന്ന നഗരത്തിൽ. സ്ഫോർട്സ എന്ന കുടുംബം ഉയർന്നു വന്നത് മിലാൻ എന്ന നഗരത്തിൽ അല്ലെ. ഫർണീസി എന്ന കുടുംബം ഉയർന്നു വന്നത് പാർമ എന്ന നഗരത്തിൽ. അടുത്തെന്താ പറയുന്നത്? ഓർസീനി എന്ന ഫാമിലി വളർന്നു വന്നത് നേപ്പിൾസ് എന്ന നഗരത്തിൽ. വിസ്കൊന്തി എന്ന കുടുംബം മിലാനിൽ വളർന്നു വന്നു. മനസ്സിലായല്ലോ? ഒന്നുകൂടെ മെഡിജി എൻ്റെ കൂടെ പറഞ്ഞോളൂ. മെഡിജി ഫ്ലോറൻസ് നഗരം, സ്ഫോർട്സ മിലാൻ നഗരം, ഫർണീസി പാർമ നഗരം, ദെൻ
ഓർസീനി നേപ്പിൾസ് നഗരം, വിസ്കൊന്തി മിലാൻ നഗരം. പഠിച്ചോളൂല്ലോ, നന്നായിട്ട് പഠിക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാമെന്നുള്ള ഒരു ചോദ്യമാണ്. യെസ്, അവിടെ നോക്കിക്കോളൂ. എന്താണ് കുരിശ് യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ? ക്രൂസൈഡ്സ് എന്ന് പറയും. അതായത് നമ്മുടെ ഈ ഭൂമിയിലെ ഒരു സ്ഥലം 3 മതങ്ങൾക്ക് ഹോളി ലാൻഡാണ്, വിശുദ്ധ സ്ഥലമാണ്. ആ വിശുദ്ധ സ്ഥലമായിട്ട് അവർ കാണപ്പെടുന്നത് ജെറുസലേമാണ്. ആ 3 മതങ്ങൾ ക്രിസ്ത്യാനികൾ, യഹൂദന്മാര്, മുസ്ലിങ്ങൾ. അപ്പോൾ ഇസ്ലാം മതത്തെ സംബന്ധിച്ചിടത്തോളം, ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം, യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹോളി ലാൻഡാണ് ഏത്? ജെറുസലേം. ഈ ജെറുസലേം കൈക്കലാക്കുന്നതിന് വേണ്ടി 2 മതക്കാർ തമ്മിൽ നടത്തിയ യുദ്ധമാണ് ക്രൂസൈഡ്. ആ 2 മതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഇസ്ലാം മതവും ക്രിസ്തു മതവും. അപ്പൊ ജെറുസലേം കൈക്കലാക്കുന്നതിന് വേണ്ടി ക്രിസ്ത്യാനികളും ഇസ്ലാം മതക്കാരും തമ്മിൽ നടന്ന യുദ്ധത്തിന് വിളിക്കുന്ന പേരാണ് കുരിശ് യുദ്ധങ്ങൾ. ക്ലിയർ? അപ്പോ ജെറുസലേം ഏതൊക്കെ മതങ്ങളുടെ ഹോളി ലാൻഡാണ്? ഇസ്ലാം മതത്തിൻ്റെ, ക്രിസ്തു മതത്തിൻ്റെ, ജൂഡായിസം യഹൂദ മതത്തിൻ്റെ അവരുടെ ഹോളി ലാൻഡായി കരുതപ്പെടുന്ന പ്രദേശത്തിൻ്റെ പേരതാണ് ജെറുസലേം. ഈ ജെറുസലേം വിശുദ്ധ നാട് പിടിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ പോരാടിയത്. നോക്കാം ഇനി അതിൻ്റെ ബാക്കി. അപ്പൊ വിശുദ്ധ നാടായി കരുതപ്പെടുന്ന സ്ഥലം ജെറുസലേമാണ്. നോക്കൂ, ആരെല്ലാം തമ്മിലാണ് കുരിശ് യുദ്ധങ്ങൾ നടന്നത്? എന്തിനു വേണ്ടിയാണ് കുരിശ് യുദ്ധങ്ങൾ നടന്നത്? അപ്പൊ ആരെല്ലാം തമ്മിൽ കുരിശ് യുദ്ധങ്ങൾ നടന്നു നമ്മളിപ്പോൾ കണ്ടു. ആരൊക്കെയാണ്? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ. അവിടുത്തെ ആൻസറായി. അപ്പോൾ ഇസ്ലാം മത വിശ്വാസികളും ക്രൈസ്തവരും തമ്മിലാണ് ഈ പോരാട്ടം നടന്നത്. എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ജെറുസലേമിന് വേണ്ടിയാണ്. ഏത്? ഹോളി ലാൻഡായ ജെറുസലേം വേണമെന്ന് ക്രിസ്ത്യാനികളും ജെറുസലേം തങ്ങൾക്ക് സ്വന്തമാക്കണമെന്ന് ഇസ്ലാം മതാനുയായികളും ചിന്തിച്ചു. അങ്ങനെ ഇവർ തമ്മിൽ ആ ഒരു അഗാധമായ ഇവരുടെ ആ ഒരു ചിന്ത വേണമെന്നുള്ള, ആ പട്ടണം സ്വന്തമാക്കാനുള്ള ചിന്ത സ്വാഭാവികമായി ഒരു പോരാട്ടത്തിൽ കലാശിച്ചു. അതാണ് ഏത്? നമ്മുടെ കുരിശ് യുദ്ധങ്ങൾ. അപ്പൊ കുരിശ് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിൽ? എന്തിനു വേണ്ടി? ക്രിസ്ത്യാനികളും ഇസ്ലാം മതക്കാരും തമ്മിൽ. എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ജെറുസലേമിന് വേണ്ടിയാണ്. ഇനി ഇതിപ്പോൾ യുദ്ധമാണെങ്കിലും ആ യുദ്ധത്തിൻ്റെ കാലഘട്ടം കുറേ നീണ്ടു നിൽക്കും. 1-2 ദിവസങ്ങൾ കൊണ്ടോ മാസങ്ങൾ കൊണ്ടോ തീർന്നതല്ല ഈ ക്രൂസൈഡ്സ് എന്ന് പറയുന്നത്. നോക്കാം, അത് ഏത് മുതൽ ഏത് വരെ നീണ്ടു നിന്നു. ഇപ്പം എന്താ പറയുന്നത്? CE 11-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ കുരിശ് യുദ്ധങ്ങൾ നീണ്ടു നിന്നു. അപ്പോൾ കുരിശ് യുദ്ധങ്ങൾ 11-ാം നൂറ്റാണ്ടിൽ, ക്രിസ്തുവിന് ശേഷമാണല്ലോ, 11-ാം നൂറ്റാണ്ടിൽ തുടങ്ങി 13-ാം നൂറ്റാണ്ട് വരെ നീണ്ടു നിന്ന യുദ്ധമാണ് കുരിശ് യുദ്ധം. അപ്പോൾ കുരിശ് യുദ്ധത്തിന്റെ കാലഘട്ടം ചോദിച്ചാലോ, CE 11 to 13 വരെ, ഏതാണ്ട് 11, 12, 13, 300 വർഷം, 300 വർഷത്തിനകം ഈ പോരാട്ടം എത്രയെങ്കിലും കുരിശ് യുദ്ധങ്ങൾ നടന്നു. അതൊക്കെ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല SCERT-യിൽ, അല്ലെ? അപ്പോൾ കുരിശ് യുദ്ധങ്ങൾ CE 11 മുതൽ CE 13-ാം നൂറ്റാണ്ട് വരെ ആയിരുന്നു നീണ്ടു നിന്നത്. ക്ലിയർ ആണല്ലോ? അടുത്ത് നോക്കാം. കുരിശ് യുദ്ധം ഇവർ തമ്മിലാണെങ്കിലും ചില റിസൾട്ട്സുകൾ, നല്ല ചില റിസൾട്ട്സുകൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്, നല്ല ഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ കുരിശ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഫലം എന്താണ്? കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് വഴിതെളിച്ചു. ഇവിടെ കിഴക്ക് എന്ന് പറയുന്നത് ഇസ്ലാം മതക്കാരെയാണ്, ഇസ്ലാം, അതായത് ഏഷ്യ. പടിഞ്ഞാറ് എന്ന് പറയുന്നത് ക്രിസ്തു മതത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇത് ഏഷ്യ ഭൂഖണ്ഡം. അപ്പോൾ പടിഞ്ഞാറ് ക്രിസ്തു മതം എന്ന് പറയുമ്പോൾ ഏതാണ്? യൂറോപ്പ് ഭൂഖണ്ഡം, യൂറോപ്പ്. അപ്പൊ ഇങ്ങനെയും പറയാം, ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് കാരണമായതാണ് ഏത്? കുരിശ് യുദ്ധം. കുരിശ് യുദ്ധത്തിന്റെ ഏറ്റവും നല്ല ഫലം എന്താണ്? ഏഷ്യയും യൂറോപ്പും തമ്മിൽ, അല്ലെങ്കിൽ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ സാംസ്കാരികമായ വിനിമയത്തിന് കാരണമായി. ഇവർ ഫുള്ള് 300 വർഷം അടിച്ചില്ലല്ലോ, പോരാടിയില്ലല്ലോ. അപ്പൊ ഇതിനിടയ്ക്ക് ഇവർ തമ്മിൽ ആശയവിനിമയം നടത്താറുണ്ട്. സ്വാഭാവികമായിട്ടും കിഴക്ക് നിന്നുള്ള പല ആശയങ്ങൾ പടിഞ്ഞാറോട്ട് പോയിട്ടുണ്ട്. യൂറോപ്പ്, പടിഞ്ഞാറ് നിന്നുള്ള പല ആശയങ്ങൾ കിഴക്കോട്ട് ഏഷ്യയിലേക്കും വന്നിട്ടുണ്ട്.
അപ്പൊ കുരിശ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഫലം എന്താണ്? കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരികമായ വിനിമയത്തിന് വഴിതെളിച്ചു. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ എന്താണ് കുരിശ് യുദ്ധങ്ങളെ കുറിച്ച്? കുരിശ് യുദ്ധക്കാര് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും യഹൂദന്മാരും, പുസ്തകത്തിൽ യഹൂദന്മാരെ പറ്റി പറയുന്നില്ല, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തങ്ങളുടെ വിശുദ്ധ നാടായി കരുതപ്പെട്ടിരുന്നത് ഏതാ? ജെറുസലേമാണ്. അപ്പോൾ ആരെല്ലാം തമ്മിലാണ് കുരിശ് യുദ്ധങ്ങൾ നടന്നത്? എന്തിനു വേണ്ടിയാണ് നടന്നത്? ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ നടന്നു ഈ ജെറുസലേം ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി, പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, അല്ലെ? കുരിശ് യുദ്ധത്തിന്റെ കാലഘട്ടം എപ്പോഴായിരുന്നു? അതായത് CE 11-ാം നൂറ്റാണ്ടിൽ തുടങ്ങി CE 13-ാം നൂറ്റാണ്ടിൽ അവസാനിക്കുന്നു. വീണ്ടും പറയുന്നു, കുരിശ് യുദ്ധത്തിന്റെ പ്രധാനപ്പെട്ട ഫലം എന്താണ്? അതായത് കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള സാംസ്കാരിക വിനിമയത്തിന് ഈ കുരിശ് യുദ്ധങ്ങൾ കാരണമായി. സിമ്പിൾ അല്ലേ? സിമ്പിളാണ്. പക്ഷെ നിങ്ങളിത് വായിക്കുമ്പോൾ അത്രയും നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെ? അപ്പൊ നോക്കാം. അടുത്തത്, കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേരെന്താണ്? അപ്പോ പടിഞ്ഞാറൻ റോമാ സാമ്രാജ്യമുണ്ട്, കിഴക്കൻ റോമാ സാമ്രാജ്യമുണ്ട്, അല്ലെ? അപ്പൊ ഈ കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേരായി പറയപ്പെടുന്നത് ബൈസാന്റൈൻ സാമ്രാജ്യം എന്നാണ്. ബൈസാന്റിയൻ എന്നും ബൈസന്റൈൻ എന്നും പറയും. അപ്പോ എന്താണ് ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേര്? കിഴക്കൻ റോമാ സാമ്രാജ്യം. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേര് ബൈസാന്റിയൻ സാമ്രാജ്യം. ഒന്നുകൂടെ, കിഴക്കൻ റോമാ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേരാണ് ബൈസാന്റിയൻ സാമ്രാജ്യം. ചോദിക്കാൻ കൊള്ളാമെന്നുള്ളൊരു ചോദ്യമാണ്. തിരിച്ചും മറിച്ചും ചോദിക്കാം. ഒന്നുകിൽ ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേര് ചോദിക്കാം, കിഴക്കൻ റോമൻ സാമ്രാജ്യം. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേര് ചോദിക്കാം, ബൈസാന്റിയൻ സാമ്രാജ്യം. ക്ലിയർ ആണേ? ഓക്കെ, അത് നോക്കിയോളൂ. 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇറ്റാലിയൻ നഗരങ്ങളെ ബാധിച്ച ഒരു പകർച്ചവ്യാധി ഉണ്ടായിരുന്നു. ആ പകർച്ചവ്യാധിയുടെ പേരാണ് പ്ലേഗ്. അതിന് നമുക്ക് ബ്യൂബോണിക് പ്ലേഗ് എന്നാണ് പിള്ളേരെ പഠിപ്പിക്കുന്നത് നമ്മുടെ 10ാം സ്റ്റാൻഡേർഡിൽ, അല്ലെ? അപ്പൊ SCERT-യിൽ ബ്യൂബോണിക് പ്ലേഗ് എന്നാ പറയുന്നത്. ചോദ്യം നല്ലൊരു ചോദ്യമാണ്. 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇറ്റാലിയൻ നഗരങ്ങളെ ബാധിച്ച പകർച്ചവ്യാധിയുടെ പേര് ബ്യൂബോണിക് പ്ലേഗ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്ലേഗ് യഥാർത്ഥത്തിൽ ഇറ്റാലിയൻ നഗരങ്ങളെ മാത്രമല്ല ബാധിച്ചത്, യൂറോപ്പിനെ മൊത്തം ബാധിച്ചു. ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി ഈ പ്ലേഗ്. പക്ഷേ നമ്മളിവിടെ ഇത് തുടങ്ങിയത് എവിടെയാണ്? റിനൈസൻസ് തുടങ്ങുന്നത് ഇറ്റലിയാണ്. അതുകൊണ്ട് ഇറ്റലി ഇവിടെ എടുത്തു പറയുന്നു എന്നേ ഉള്ളൂ, അല്ലെ? അപ്പോൾ എപ്പോഴാണ് ഇറ്റാലിയൻ നഗരങ്ങളെ പ്ലേഗ് ബാധിക്കുന്നത്? 14-ാം നൂറ്റാണ്ട്, CE 14-ാം നൂറ്റാണ്ടിലാണ്. അപ്പൊ 14-ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നഗരങ്ങളെ ബാധിച്ച പകർച്ചവ്യാധിയുടെ പേര് ബ്യൂബോണിക് പ്ലേഗ് ആണ്. ബ്യൂബോണിക് പ്ലേഗ് പറഞ്ഞങ്ങ് ഉറപ്പിച്ചോളൂ. ബ്യൂബോണിക് പ്ലേഗ് യൂറോപ്പിലും ഇറ്റലിയിലും, അതായത് ഇറ്റലി ഉൾപ്പെടുന്ന യൂറോപ്പില് ബ്യൂബോണിക് പ്ലേഗ് വ്യാപിച്ച നൂറ്റാണ്ട് 14-ാം നൂറ്റാണ്ട്. CE ആണ്, BCE അല്ല. ഓക്കെ, അടുത്ത്, മാനവികതയിലേക്ക്, അതായത് ഹ്യൂമനിസത്തിലേക്ക് വഴി തുറന്ന സംഭവം ഏതാണ് എന്ന് ചോദിച്ചാലും ഈ പ്ലേഗാണ്. അതായത് ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മധ്യകാലഘട്ടം അതൊരു അന്ധകാര യുഗമായിരുന്നു, അല്ലെ? അവിടെ അസുഖങ്ങൾക്ക് മരുന്നില്ല. അപ്പൊ പ്ലേഗ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചാൽ ആ വീട്ടിലുള്ള എല്ലാവരും മരിക്കുന്നു, ആ നാട്ടിലുള്ള എല്ലാവരും, അത് പകർച്ചവ്യാധിയാണ്, എല്ലാവരും മരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആളുകൾ മരിച്ചപ്പോൾ ബാക്കിയുള്ളവർക്കൊരു ചിന്തയുണ്ടായി, നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ പോരാ, മരിച്ചതിന് ശേഷം ഒരു ജീവിതത്തെക്കുറിച്ചാണ് അന്ന് മതങ്ങളൊക്കെ പഠിപ്പിച്ചത്. അപ്പോൾ ഇതിന് ശേഷം ജനങ്ങൾക്ക് ചിന്തിച്ചു, അവര് മരിച്ചതിന് ശേഷമുള്ള ജീവിതമല്ല നമ്മൾ നോക്കേണ്ടത്, ഇപ്പോഴുള്ള ജീവിതമാണ് നോക്കേണ്ടത്. നമുക്ക് ഇപ്പോൾ എങ്ങനെ ആരോഗ്യപരമായി സന്തോഷപരമായി ജീവിക്കാം, മനുഷ്യനെ സ്നേഹിച്ച് ജീവിക്കാം, ആ ഒരു സങ്കല്പമാണ്, ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ ഹ്യൂമനിസം എന്ന് പറയുന്നത്. അപ്പോൾ മാനവികതയിലേക്ക് അല്ലെങ്കിൽ ഹ്യൂമനിസത്തിലേക്ക് മനുഷ്യനെ കണ്ണു തുറപ്പിച്ച രോഗമായിരുന്നു ഏത്? പ്ലേഗ്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യുന്നു? പ്ലേഗിനെതിരെ മരുന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങുന്നു, മരുന്ന് അന്വേഷിച്ച് തുടങ്ങുന്നു. അന്ന് വരെ മരുന്നില്ല, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. പ്ലേഗിന് മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ തങ്ങളുടെ കൂടെയുള്ള, അല്ലെ, പിതാവ്, മാതാവ്, ഭാര്യ, ഭർത്താവ്, മക്കൾ, ബന്ധുക്കൾ ഒക്കെ മരിച്ചു വീഴുന്നു.
അപ്പോൾ ജനങ്ങൾക്ക് തോന്നി നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കണം. ഈ കാലത്ത് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ സ്വസ്ഥമായി ജീവിക്കണം, നമുക്ക് സന്തോഷം വേണം, നമുക്ക് പരസ്പരം സ്നേഹിക്കണം. ആ ഒരു സങ്കല്പത്തെയാണ് നമ്മൾ മാനവികത എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ജനങ്ങളെ മാനവികതയിലേക്ക് വഴിതെളിച്ച, ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ച രോഗം ഏത് എന്ന് ചോദിച്ചാൽ പ്ലേഗാണ്. ക്ലിയർ? നോക്കൂ, യൂറോപ്പിൽ പ്ലേഗ് ബാധ ഉണ്ടായ കാലഘട്ടം കൃത്യമായി അത് പറയുന്നുണ്ട്. CE 1347-നും 1358 ഇടയ്ക്ക്. നൂറ്റാണ്ട് പറഞ്ഞാൽ അത് 14-ാം നൂറ്റാണ്ടായിരിക്കും, ആണ്. അപ്പൊ നോക്കിക്കോളൂ, കൃത്യമായും ഏതിനും ഇടയ്ക്കാണ് അവിടെ പ്ലേഗ് ബാധ ഉണ്ടായത്. അതായത് CE 1347-നും 1351 ഇടയ്ക്ക്. അപ്പൊ ഏതാണ്ട് ഒരു 4 വർഷക്കാലം യൂറോപ്പിനെ ആകെ ബാധിച്ച, പ്രത്യേകിച്ചും ഇറ്റാലിയൻ നഗരങ്ങളെ ബാധിച്ച ഒരു രോഗമായിരുന്നു ഈ പ്ലേഗ്. അപ്പൊ പ്ലേഗ് ബാധ എപ്പോഴും മുതൽ എപ്പോഴും വരെയാണ്? CE 1347-നും 1351 ഇടയ്ക്കായിരുന്നു പ്ലേഗ് ബാധ ഉണ്ടായത്. അടുത്ത്, ഈ പ്ലേഗിനെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അതിന് ബ്ലാക്ക് ഡെത്ത് എന്നാണ്. ബ്ലാക്ക് ഡെത്ത്, കറുത്ത മരണം. അപ്പോ കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗം പ്ലേഗാണ്. എന്തുകൊണ്ടാണ് പ്ലേഗിനെ കറുത്ത മരണം അഥവാ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്? അതിന് കാരണമുണ്ട്. അതായത് രോഗം ബാധിച്ചവരുടെ ശരീരത്തിൽ കറുത്ത കുമിളകൾ ഉണ്ടാകും, കറുത്ത പാട്, അടയാളങ്ങൾ. അപ്പൊ ഈ പ്ലേഗ് ബാധ ഉണ്ടായ ആളുകളുടെ ശരീരം മുഴുവനും കറുത്ത പാടുകൾ പ്രത്യക്ഷപ്പെടും, അല്ലേ? അതായത് കറുത്ത കുമിളകൾ പോലെ ഇങ്ങനെ ഉയർന്നു നിൽക്കും, കറുത്ത ബ്ലാക്ക് കളറിൽ. അതുകൊണ്ടാണ് ഈ അസുഖത്തെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. അപ്പൊ കണ്ടോ, ബ്യൂബോണിക് ഡെത്ത് പ്ലേഗാണ്, അല്ലെ? സോറി, ബ്യൂബോണിക് പ്ലേഗാണ് എന്നു പറയുന്നത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. അങ്ങനെ വിളിക്കാൻ കാരണം എന്താണ്? ഈ അസുഖം വന്ന ആളുകളുടെ ശരീരം മുഴുവനും എന്തായിരിക്കും? കറുത്ത കുമിളകളായിരിക്കും. അങ്ങനെ വന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളങ്ങ് മരിക്കുന്നു. യെസ്, ഓക്കെ. അതിനാലാണ് ഇതിനെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത്. യൂറോപ്പിൽ പ്ലേഗ് ബാധ ഉണ്ടാകാൻ കാരണം എന്താണ്? എന്തെങ്കിലും റീസൺ വേണ്ടേ? എലിയാണ് അതിന്റെ കാരണം. അപ്പൊ ഇവിടെ ഈ പ്ലേഗ് ബാധ ഉണ്ടാകാൻ കാരണക്കാരനായ എലി എവിടെ നിന്ന് വന്നു നോക്കാം. വാണിജ്യത്തിനായി എത്തിയ കപ്പലുകളിലെ എലികളിലെ ചെള്ളാണ് യൂറോപ്പില് പ്ലേഗ് ബാധയ്ക്ക് കാരണം. അതായത് മറ്റു രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പില് കച്ചവടത്തിനായി കൊണ്ടുവന്നിട്ടുണ്ട്, കപ്പലുകൾ വന്നിട്ടുണ്ട്. ഈ കപ്പലുകളിൽ സ്വാഭാവികമായും എലികൾ ഉണ്ടാവും. ഈ മറ്റു രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിലെ വാണിജ്യത്തിനായി വന്ന കപ്പലുകളിൽ ഉള്ളിലുണ്ടായിരുന്ന എലികളിൽ നിന്നുള്ള എലിച്ചെള്ളാണ് യൂറോപ്പിനെ ആകെ ബാധിച്ച, കാർന്ന് തിന്ന ഈ ബ്യൂബോണിക് പ്ലേഗ്, ഈ ബ്ലാക്ക് ഡെത്ത് ഉണ്ടാകുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ സ്പീഡിൽ നോക്കിക്കോളൂ. കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേര് ബൈസാന്റിയൻ സാമ്രാജ്യം. ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ മറ്റൊരു പേര് കിഴക്കൻ റോമൻ സാമ്രാജ്യം. 14-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇറ്റാലിയൻ നഗരങ്ങളെ കാർന്നു തിന്ന ഒരു പകർച്ചവ്യാധിയുടെ പേര് ബ്യൂബോണിക് പ്ലേഗ് ആണ്. ദെൻ മാനവികതയിലേക്ക് വഴി തുറന്ന സംഭവം ഏത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആ രോഗം ഏത് എന്ന് ചോദിച്ചാൽ പ്ലേഗ് ആണ്. യൂറോപ്പിലെ പ്ലേഗ് ബാധ ഉണ്ടായ കാലഘട്ടം 1347-നും 1351 ഇടയ്ക്കുള്ള കാലഘട്ടമാണ്. ദെൻ പ്ലേഗ് അറിയപ്പെടുന്ന പ്ലേഗിന്റെ മറ്റൊരു പേര് ബ്ലാക്ക് ഡെത്ത് എന്നാണ്. എന്തുകൊണ്ട് പ്ലേഗിന് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയാൻ കാരണം? അതായത് പ്ലേഗ് ബാധ ഉണ്ടാകുന്ന, ആ അസുഖം വരുന്ന ആളിന്റെ ശരീരത്തിൽ കറുത്ത കളറിലുള്ള കുമിളകൾ രൂപപ്പെടുന്നു. അതുകൊണ്ടാണ് പ്ലേഗിനെ ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത്. ദെൻ വീണ്ടും നമ്മൾ പറയുന്നു, യൂറോപ്പിലെ പ്ലേഗ് ബാധ ഉണ്ടാകാൻ കാരണം എന്താണ്? മറ്റു രാജ്യങ്ങളിൽ നിന്നും വാണിജ്യത്തിന് വേണ്ടി യൂറോപ്പിൽ എത്തിയ കപ്പലുകളിൽ ഉള്ളിലുണ്ടായിരുന്ന എലികളിൽ നിന്നുള്ള ചെള്ള്, ഇതാണ് ആ രോഗം ഉണ്ടാവാൻ കാരണം. സിമ്പിളാണ്, ഞാൻ വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ശ്രദ്ധിക്കുക. അടുത്ത് നോക്കിക്കോളൂ. കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമായി കണക്കാക്കിയിരുന്ന ഇറ്റാലിയൻ നഗരങ്ങളെ അതെല്ലാം. കണ്ടോ, നല്ലൊരു സങ്കല്പമല്ലേ? കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് ഏത് കലയോ ആയിക്കോട്ടെ. ചിലർ നൃത്തം ചെയ്യുന്നവരാവാം, അല്ലെങ്കിൽ എഴുതുന്നവരാവാം, പിന്നെ വരയ്ക്കുന്നവരാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കലാപ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരാവാം. അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമാണ് എന്ന് പ്രതീക്ഷിക്കുന്ന, ചിന്തിക്കുന്ന ഇറ്റാലിയൻ നഗരങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ്?
ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ്. അപ്പൊ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നത് പൗരധർമ്മമാണ് എന്ന് കണക്കാക്കിയിരുന്ന ഇറ്റാലിയൻ നഗരങ്ങൾ ഏതൊക്കെയാണ്? ഫ്ലോറൻസ്, മിലാൻ, റോം, വെനീസ് തുടങ്ങിയവ ചോദിക്കാം. യെസ്. അപ്പോൾ ഈ നഗരങ്ങളിലുള്ള ആളുകൾ എന്താണ് ചിന്തിച്ചത്? നമ്മുടെ പൗരധർമ്മമാണ് കലാകാരന്മാരെ എന്ത് ചെയ്യുക? പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. യെസ്. ഈ നഗരങ്ങളെല്ലാം എവിടെയാണ്? ഇറ്റാലിയൻ നഗരങ്ങളാണെന്നും കൂടെ ഓർമ്മിച്ചോളണം. അത്രയും ഫേമസ് ആണ്, അത്രയും മുൻപന്തിയിൽ നിന്നതാണ് ഇറ്റാലിയൻ നഗരങ്ങൾ, എല്ലാ അർത്ഥത്തിലും പറയാം, അല്ലെ? അവിടെ നോക്കിയുള്ളൂ, കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം ഏതാണ്? കിഴക്കൻ റോമൻ സാമ്രാജ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഏതാണ്? ബൈസാൻഡിയൻ, അല്ലെ? ബൈസാൻഡിയൻ ആണല്ലോ കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. അതിന്റെ ക്യാപിറ്റലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. അപ്പൊ കിഴക്കൻ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ ആണ്. എളുപ്പം, അല്ലെ? അടുത്ത്, തുർക്കികൾ ഈ കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചെടുത്തു. ഒരു ബാർബേറിയൻ വർഗമായ തുർക്കികൾ, അന്ന് അവർ ബാർബേറിയൻ വർഗമെന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അവര് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം 1453. കോൺസ്റ്റാന്റിനോപ്പിൾ എല്ലാ അർത്ഥത്തിലും പണ്ഡിതന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. ആ പണ്ഡിതന്മാരുടെ കേന്ദ്രമായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിളിനെ തുർക്കികൾ കീഴടക്കി, ക്യാപ്ചർ ചെയ്തു. ഏത് വർഷമാണ്? 1453. അപ്പൊ എന്ത് ചെയ്ത് നോക്കാം. പ്രാചീന ഗ്രക്കോ റോമൻ, അതായത് ഗ്രീക്ക് റോമൻ ആണ്, അതാണ് ഗ്രക്കോ റോമൻ എന്ന് പറയുന്നത്. പ്രാചീന ഗ്രക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ കൈവശമുണ്ടായിരുന്ന ആളുകൾ താമസിച്ചിരുന്ന ഇടമാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ. ഒത്തിരി ഗ്രക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികൾ ഈ പണ്ഡിതന്മാരുടെ കൈവശം ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അവരെന്ത് ചെയ്യും? അവരുടെ നഗരം ഇതാ ഇവര് പിടിച്ചെടുത്തു, ആര്? തുർക്കികൾ. അപ്പൊ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഈ വ്യക്തികൾ, തുർക്കികളുടെ ആക്രമണത്തെ തുടർന്ന് ഈ പണ്ഡിതന്മാര്, ഈ അധ്യാപകര്, ഈ കലാകാരന്മാര് ഇവരെല്ലാവരും കൂടെ നേരെ മറ്റൊരു സിറ്റിയിലേക്ക്, കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ആ തുർക്കികൾ കൊന്നുകളയും. അവരുടെ കൈവശമുള്ള ഈ കയ്യെഴുത്ത് പ്രതികളും മറ്റ് സാംസ്കാരിക പ്രവർത്തനത്തിനുള്ള ഉപകരണങ്ങളെല്ലാം നശിപ്പിച്ചു കളയും. അങ്ങനെ അവർ പതുക്കെ പ്രാണരക്ഷാർത്ഥം കയ്യിൽ കിട്ടിയതും കൊണ്ട് നേരെ എങ്ങോട്ട് പോയി? ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് പോയി. എളുപ്പമല്ലേ? അപ്പൊ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയ വർഷം 1453. ഇത് കീഴടക്കിയ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാർ, ഗ്രക്കോ റോമൻ സാഹിത്യ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികളൊക്കെ കൈവശം വെച്ചിരുന്ന ആൾക്കാർ പ്രാണരക്ഷാർത്ഥം നേരെ ഇറ്റാലിയൻ നഗരങ്ങളിലേക്ക് കുടിയേറി. അപ്പൊ തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണത്തോടു കൂടി പണ്ഡിതന്മാർ കുടിയേറിയ നഗരങ്ങൾ എവിടെയെന്ന് ചോദിച്ചാൽ ഇറ്റാലിയൻ നഗരങ്ങളിലാണ് അവരെന്ത് ചെയ്തത്? കുടിയേറുന്നത്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത നോക്കിക്കോളൂ. ദൈവത്തിനും പരലോക ജീവിതത്തിനും പ്രാധാന്യം നൽകിയ തത്വശാസ്ത്രം ഏത്? വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണിത്. ദൈവത്തിനും പരലോക ജീവിതത്തിനും പ്രാധാന്യം നൽകിയ ഒരു തത്വശാസ്ത്രം, അതിൻ്റെ പേരാണ് സ്കോളാസ്റ്റിസിസം. എന്താണ് പേര്? അതിൻ്റെ പേര് സ്കോളാസ്റ്റിസിസം എന്ന് പറയും. എന്താണ് അതിൻ്റെ പേര്? സ്കോളാസ്റ്റിസിസം. സ്കോളാസ്റ്റിസിസം. അപ്പൊ എന്താണ് സ്കോളാസ്റ്റിസിസം എന്ന് പറഞ്ഞാൽ? ദൈവത്തിനും പരലോക ജീവിതത്തിനും. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ലോക ജീവിതത്തിന് പ്രാധാന്യമൊന്നുമില്ല, അടുത്ത ജന്മത്തിലാണ്, പരലോക ജീവിതം ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അല്ലേ? അതിന് പ്രാധാന്യം നൽകിയ ഒരു തത്വശാസ്ത്രമുണ്ട്. അതിൻ്റെ പേരെന്താണ്? സ്കോളാസ്റ്റിസിസം. അപ്പൊ എന്താ സ്കോളാസ്റ്റിസിസം? ദൈവത്തിനും പരലോക ജീവിതത്തിനും പ്രാധാന്യം നൽകിയ ഒരു തത്വശാസ്ത്രം. ആ തത്വശാസ്ത്രത്തിന്റെ പേരാണ് സ്കോളാസ്റ്റിസിസം. അപ്പൊ എന്താണ് സ്കോളാസ്റ്റിസിസം? ഒന്ന് പറഞ്ഞു നോക്കൂ. സ്കോളാസ്റ്റിസിസം എന്തിനൊക്കെ പ്രാധാന്യം കൊടുത്തു? ദൈവം, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത പരലോക ജീവിതം, അതിന് പ്രാധാന്യം കൊടുത്ത തത്വശാസ്ത്രം സ്കോളാസ്റ്റിസിസം. ഒന്നുകൂടെ, സ്കോളാസ്റ്റിസിസം. ക്ലിയർ? അടുത്ത് നോക്കിക്കോളൂ. ഏത് ഗ്രീക്ക് ചിന്തകന്റെ ആശയങ്ങളാണ് നവോത്ഥാന കാലത്ത് ചോദ്യങ്ങൾക്കും സംവാദങ്ങൾക്കും കാരണമായത്? വളരെ പണ്ട് ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് അരിസ്റ്റോട്ടില്. അദ്ദേഹത്തിൻ്റെ ചിന്തകള്, അദ്ദേഹത്തിൻ്റെ ആശയങ്ങള് ഇതെല്ലാം പിൽക്കാലത്ത് ഈ നവോത്ഥാന കാലഘട്ടത്തിൽ എന്താണ്? ചോദ്യങ്ങളായിട്ട് വന്നു, സംവാദങ്ങളായിട്ട് വന്നു. യെസ്. നവോത്ഥാനം ഏതൊക്കെ മേഖലകളിലാണ് മാറ്റം വരുത്തിയത്? നവോത്ഥാനം ചേഞ്ച് ഉണ്ടാക്കിയ മേഖലകൾ ഏതൊക്കെയാണ്? ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, മതം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലൊക്കെ നവോത്ഥാനം വളരെയേറെ ചേഞ്ച് ഉണ്ടാക്കി. അപ്പൊ നവോത്ഥാനം മാറ്റങ്ങൾ വരുത്തിയ മേഖലകൾ ഏതൊക്കെയാണ്? ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, മതം, ശാസ്ത്രം തുടങ്ങിയ മേഖലകളിലെല്ലാം ഇത് എന്തുണ്ടാക്കുന്നു? മാറ്റം ഉണ്ടാക്കുന്നു.
ഒരു പോയിന്റ് കൂടെ ആകുമ്പോൾ ഈ പാർട്ട് നമുക്കങ്ങ് തീർക്കാം. അപ്പോൾ നോക്കൂ, ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു? ഫ്ലോറൻസ്. ഒന്നുകൂടെ, ഇറ്റലിയിൽ നവോത്ഥാന കലയുടെ പ്രധാന കേന്ദ്രം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഫ്ലോറൻസ് ആയിരുന്നു, അല്ലേ? അപ്പോൾ എന്താണ് സ്കൊളാസ്റ്റിസിസം? ദൈവത്തിനും പരലോകത്തിനും പ്രാധാന്യം കൊടുത്തു. ഏത് ഗ്രീക്ക് ചിന്തകന്റെ ആശയങ്ങളാണ് നവോത്ഥാന കാലഘട്ടത്തിലെ ചോദ്യങ്ങൾ സംവാദങ്ങളായിട്ടൊക്കെ മാറുന്നത്? അത് അരിസ്റ്റോട്ടില്. നവോത്ഥാനം ഏതൊക്കെ മേഖലകളിൽ മാറ്റങ്ങൾ വരുത്തി? ചിത്രകല, ശില്പകല, സാഹിത്യം, രാഷ്ട്രീയം, ചരിത്രം, മതം, ശാസ്ത്രം, ഈ മേഖലകളൊക്കെ മാറ്റം ഉണ്ടാക്കി, അല്ലെ? ഇനി ഇറ്റലിയിലെ നവോത്ഥാന കലയുടെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ഫ്ലോറൻസ് ആയിരുന്നു പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആദ്യത്തെ പാർട്ടാണ് ഞാനിപ്പോൾ എടുത്തത്. ഇനി ഞാൻ ഒരു ചാപ്റ്റർ പൂർണ്ണമായിട്ടും പറയാത്തതിന് കാരണം നിങ്ങൾക്കൊരു വിരസത ഉണ്ടാവും. പ്രത്യേകിച്ചും മനസ്സിലാകാത്തൊരു സംഭവമാണിത്. അപ്പോൾ ഇതിനെ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ 3 പാർട്ടാക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഉടൻ 2ാമത്തെ പാർട്ടുമായിട്ട് വരുന്നതായിരിക്കും. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഉടൻ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.